പൊന്നാനി MA ട്രെയിനിംഗ് കോളേജിൽ NSS യൂണിറ്റും ലിങ്ക് 26ഉം സംയുക്തമായി സംഘടിപ്പിച്ച സാഹിത്യവേദിയുടെ 100ാം എപ്പിസോഡ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ കലാലയമായ പൊന്നാനി MA ട്രെയിനിംഗ് കോളേജിൽ അക്ഷരമുറ്റമുണർത്തിക്കൊണ്ട് സാഹിത്യവേദിയുടെ 100ാം എപ്പിസോഡ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കോളേജിലെ NSS യൂണിറ്റും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ലിങ്ക് 26ഉം സംയുക്തമായാണ് ഈ ചരിത്ര നിമിഷത്തിന് വേദിയൊരുക്കിയത്. ക്യാമ്പസുകൾ ഡിജിറ്റൽ ലോകത്തേക്ക് ചുരുങ്ങുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചു നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേദി സംഘടിപ്പിച്ചത്. സ്ത്രീപക്ഷ വായനകളുടെ പ്രസക്തി വിളിച്ചോതുന്നതും വനിതാ എഴുത്തുകാരെ സമൂഹ മധ്യത്തിൽ അടയാളപ്പെടുത്തുന്നതിനുമായി നീക്കിവെച്ച ഈ പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരി സൗദ പൊന്നാനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒന്നായി ഈ പരിപാടി മാറി. മലയാള സാഹിത്യരംഗത്ത് തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച പ്രമുഖ വനിതാ എഴുത്തുകാരുടെ കൃതികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും അവതരണങ്ങളുമായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം. മുൻഷിദ കടവനാട്, ഷഹല വെളിയങ്കോട്, സൗദ പൊന്നാനി, TF നാഹിദ, അലീസ ഷിഹാബ്, നിഷ സതീഷ്, നിർമ്മല അമ്പാട്ട് എന്നിവരുടെ ശ്രദ്ധേയമായ സാഹിത്യ സൃഷ്ടികൾ ചടങ്ങിൽ ആഴത്തിൽ അവലോകനം ചെയ്യപ്പെട്ടു. കഥകളും കവിതകളും സമൂഹത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുന്നുവെന്നും സ്ത്രീപക്ഷ വായനകളുടെ പ്രസക്തി എന്തെന്നും വിദ്യാർത്ഥികൾ സജീവമായി ചർച്ച ചെയ്ത ചടങ്ങ് ക്യാമ്പസിൽ വായനയുടെ പുതിയൊരു വസന്തം തീർത്താണ് സമാപിച്ചത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടുകാരെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരെ പ്രോത്സാഹിപ്പിച്ചിരിക്കണം. അതിനുള്ള ഒരു വേദിയായിട്ടാണ് MA ട്രെയിനിംഗ് കോളേജ് ഇത് സംഘടിപ്പിക്കുന്നത്. എഴുത്തിന്റെയും വായനയുടെയും ഒരു സംസ്കാരത്തെ കുട്ടികളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. തീർച്ചയായും അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. 100 എപ്പിസോഡുകളായിട്ട് നിങ്ങൾ ഓരോ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര 100 പുസ്തകങ്ങൾ പഠിച്ച 100 പുസ്തകങ്ങൾ അറിഞ്ഞ കുട്ടികളാണ്.